പൊതുവേ ഒരു യാത്ര കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ നിന്ന് വന്നതിന് ശേഷം വർക്ക് തുടങ്ങാന്നുള്ള കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നലത്തെ കേസിൽ നമ്മൾ 3 ടാസ്ക് ആയിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, നമ്മൾ മീഡിയ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചി ട്രിപ്പ് പോകുന്നുണ്ട്. സോ ദാറ്റ് വി ഹാവ് ലോട്ട് ഓഫ് വർക്ക്സ് ദെയർ. സോ ഐ നീഡ് ടു പ്ലാൻ ദാറ്റ് എൻ്റയർ തിങ്. എന്നാലുള്ള എൻ്റെ മൈൻഡ് ഫ്രീ ആവുക ടു കോൺസെൻട്രേറ്റ് ഇൻ അവർ പുതിയ പിൻ പോയിൻ്റ്ലി ആപ്പ്. പിൻ പോയിൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ് മെഷീൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ 24 സ്റ്റോഴ്സ് നമുക്ക് ഇൻബൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ടൂള് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ഡാറ്റ, അതായത് ഇതിൽ മെജോറിറ്റി ആൾക്കാർ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ പിൻ പോയിൻ്റിലാണ് പ്ലാൻ ചെയ്യുന്നത്. മെയിനായിട്ട് പിൻ പോയിൻ്റിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇൻ്റർനാഷണൽ ക്യൂ കൊമേഴ്സ് ചെയ്യുന്ന ഷോപ്പിഫൈ സ്റ്റോർ ഓണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടൻറ് മെഷീൻ, അതേപോലെ ഒരു കമ്മ്യൂണിറ്റി കൈൻഡ് ഓഫ് തിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സീ എങ്ങനെയാണ് അത് വരിക എന്നുള്ളതൊന്നും എനിക്കൊരു ധാരണയില്ല. ലിങ്ക്ഡിൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ. ബട്ട് എത്രത്തോളം ഫൗണ്ടേഴ്സ് ലിങ്ക്ഡിനിൽ അവൈലബിൾ ആണെന്നുള്ളതും കൂടി ഒന്ന് റീചെക്ക് ചെയ്യണം. ഐ തിങ്ക് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ അടുത്ത ദിവസം മോർണിംഗ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ കോംഷോയുടെ ഷൂട്ടുള്ള ദിവസമാണ്. ഇന്ന് നമ്മളുടെ ഡ്രൈവർ സ്പൾബറുമായി ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാനുണ്ട്, ഡോക്യുമെൻറ്റ്സ് ബാക്കിലുണ്ട്. ഞാൻ ഇന്നലെ തുടങ്ങി വെച്ച ടാസ്ക് പിന്നെ ഇന്ന് അതിൻ്റെ ബാക്കി കൂടി ചെയ്യണം. അതായത് പിൻ പോയിൻറ്റിലൂടെ കണ്ടൻറ് മെഷീൻ കമ്മ്യൂണിറ്റി മേക്കിംഗ് പരിപാടി ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇന്ന് ചെയ്യണം. അപ്പോൾ അത് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, അതേപോലെ ലിങ്ക്ഡിൻ കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതെന്നും കൂടി ഒന്ന് എൻഷുർ ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമുക്ക് കുറച്ച് മീറ്റിംഗ് മിനിറ്റ്സ് കഴിഞ്ഞ മീറ്റിങ്സിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അതും കൂടി കവർ ചെയ്യേണ്ടിയിരിക്കുന്നത് പിൻ പോയിൻറ്റിൻ്റെ കേസിൽ. മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി ഓക്കെയാണ്, ഫുള്ളി ഷെഡ്യൂൾഡ് ആണ്. 2 weeks നമ്മൾ കൊച്ചിയിൽ കുറേ അധികം ഇവൻറ്റ്സും കാര്യങ്ങളുമായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബ്ലോഗ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ലെറ്റ്സ് സീ. ഞാനൊരു മടിയനാണ്. ഈ ഒരു കാര്യത്തിൽ എങ്ങനെ ഞാൻ ചെയ്തെടുക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് തന്നെ ഒരു ധാരണയില്ല. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ആവാത്തതായിട്ടുള്ള ഒരു സിനാരിയോ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടും നമ്മൾ ഓൺബോർഡിങ് കുറച്ച് നമ്മളതായിട്ടുള്ള നമ്മളെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കൂടി കൊടുത്തെങ്കിലുള്ളൂ ഒരു സ്റ്റോറിന് നമ്മളെ ടൂൾ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രോബ്ലം അവിടെ ഉള്ളത് കാരണം ആണ് ഈ ഒരു ചേൺ ഉണ്ടായിട്ടുള്ളത്. ബട്ട് ആ ഡാറ്റ നമ്മളായിട്ട് അവൈലബിളാണ്. അതിൻ്റെ അർത്ഥം ഈ കസ്റ്റമേഴ്സിന് ഈ നീഡ് ഉണ്ട്. അതായത് നമ്മളെ ടൂൾ ഉപയോഗിച്ചിട്ട് അവർക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവരിതുവരെ ഓണായിട്ടില്ല. അവരെത്തിയിട്ടില്ല. ഒരു 10 മണിയാണെന്ന് തോന്നുന്നു പരിപാടി വേണമെന്ന്. പക്ഷെ സീനല്ല. ഞാനും മൊത്തം പിന്നെ ഗെറ്റപ്പ് മാറിയിട്ടുണ്ട്. എനിക്കൊരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. മീൻ വൈൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് ഞാൻ ലിങ്ക്ഡിൻ വഴി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.
ലിങ്ക്ഡിനിൽ അവരുമായിട്ടുള്ളൊരു ക്വിക്ക് കൊമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഉദ്ദേശം. നിലവിൽ ഈ ഡാറ്റ ഞാൻ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ച് ഞാൻ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ബ്രാൻഡിൻ്റെയും ലിങ്ക്ഡിൻ പ്രൊഫൈൽ പോയി നോക്കിയിട്ട് അതിലെ ആ ഡിസിഷൻ മേക്കറിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നു. ദെൻ അവരിലേക്ക് മോർ വാല്യൂ ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്.